എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചിയുണ്ട് കേട്ടോ. അപ്പം ചേച്ചിക്ക് അത്യാവശ്യം ഡിഗ്രി ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പക്ഷേ ഒരിക്കലും പുള്ളി എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു ഗുണങ്ങൾ ഉള്ളൊരു വ്യക്തിയാണ് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും തോന്നിയിട്ടില്ല. പുള്ളി കുറച്ച് സൈലൻ്റാണ്. അതായത് നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു സ്ത്രീ എന്ന് പറയാം എന്നേ ഉള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരടുക്കും ചിട്ട, കുട്ടികളുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക, ഭർത്താവിന് അങ്ങനെ, അല്ലെങ്കിൽ വീടും പരിസര വൃത്തി, ഇതൊന്നും ഇല്ലാത്ത ഒരാൾ. പക്ഷേ നമ്മൾ എന്താ എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ എന്ത് നമ്മൾ പറഞ്ഞാലും അതിനൊക്കെ പുള്ളിയുടെ കയ്യിൽ മറുപടി കാണും. അതിനെ പുള്ളി പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് പുള്ളിയുടെ കയ്യിലുണ്ട്. എങ്ങനെയെങ്കിലും വളച്ചൊടിച്ചത് അങ്ങനെ കൊണ്ടുവരും ആ ഒരു കഴിവുകളുണ്ട്. എല്ലാവർക്കും കൊടുക്കണം. എനിക്ക് പൂർണ്ണമായിട്ടും എന്താണ് ഈ ഒരു ക്യാരക്ടറെന്ന് എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട്, പക്ഷെ കള്ളം പറയും എന്നറിയാം. ഒരു പ്രത്യേകതര ഒരു സ്ത്രീ എന്ന് പറയാം. എന്താണ് അങ്ങനെയുള്ള ഒരു സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത്? എന്താണ് ഭർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എങ്കിൽ ഇപ്പം നമ്മൾ ജോലി, വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ ജോലിയില്ല എന്ന് പറയുന്ന ഒരു തെറ്റല്ല. ഒരിക്കലും ഞാൻ പറയത്തില്ല അത് തെറ്റാണ്. നമുക്ക് വിദ്യാഭ്യാസമില്ല, ഓക്കെ, നമുക്ക് ജോലിയുമില്ല. ഒരു സ്ത്രീയാണ് പക്ഷേ വിദ്യാഭ്യാസമില്ല, ജോലിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റില്ല. കാരണം അവരുടെ വീട്ടുകാർ അത്യാവശ്യം കൊടുക്കാവുന്നത് കൊടുത്ത് വിവാഹം കഴിപ്പിച്ചു വിട്ടു. പക്ഷേ ആ സ്ത്രീക്ക് എന്നുണ്ടാവണം ഒരു വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള കഴിവെങ്കിലും ഉണ്ടാവണം. അതില്ലെങ്കിൽ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് മുഴുവനായിട്ടും മൊത്തത്തിൽ ഒരു പരാജയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരാൾ പറയും അവർക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലാത്ത അവരുടെ തെറ്റല്ലേ എന്ന് ചോദിക്കുന്നത് എന്താണ്? അറിയാൻ വയ്യാഴിയൊന്നുമല്ല, പക്ഷെ അവർക്കതിന് മടി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇതെന്തിനാ വെറുതെ അങ്ങനെ. ചിലർ പറയും എന്നത് കേട്ടിട്ടുണ്ട്, ഈ ചെറിയൊരു വീടല്ല, അതൊക്കെ എന്തോ വൃത്തിയാക്കാൻ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താണ് ചെറിയ വീട് വൃത്തിയാക്കിയിട്ടാൽ? വലിയ വീട് വയ്ക്കുക, ഞാൻ നല്ല വൃത്തിയാക്കി ഇട്ട് തരാം എന്ന് പറയും. അത് നടക്കുമോ? ചെറിയ വീട് വൃത്തിയാക്കാൻ കഴിവില്ലാത്തവരെങ്ങനെ വലിയൊരു വീട് വെച്ചിട്ട് അത് വൃത്തിയാക്കും? നമുക്ക് കിട്ടുന്ന ഒരു റൂമാണെങ്കിലും അതിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം, ഇല്ലേ? അത് പറ്റുന്നില്ലെങ്കിൽ വേറെ എത്ര വലിയ വീട് വെച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും അത്യാവശ്യം വൃത്തിയായിട്ട് കഴുകി വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക. അത് പറ്റുന്നില്ലെങ്കിൽ, കുട്ടികളെ വൃത്തിയായിട്ട് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ വലിയൊരു കാര്യമാണ് നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത്. ആ കുട്ടികളെ വൃത്തിയുള്ള വസ്ത്രം ഇട്ട് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് അവരുടെ തെറ്റ് തന്നെയാണ്. അതിപ്പോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട ഒന്നും കാര്യങ്ങളല്ല, അല്ലേ? അങ്ങനെ ചെയ്തു കൊടുത്താൽ, അങ്ങനെ പറഞ്ഞാലും ശരിയാവുകയുമില്ല, പറയുന്നവർ തെറ്റുകാരാവും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഒന്നുകിൽ അവർ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസവും ജോലിയുമുള്ള നല്ല വരുമാനം കിട്ടുന്ന ഒരു സ്ത്രീ ആയിരിക്കണം. അപ്പോൾ ജോലിക്ക് ആളിനെ നിർത്തി വീട്ടിലെല്ലാം കറക്റ്റായിട്ട് അടുക്കും ചിട്ടയായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീട്ടുകാര്യങ്ങളിൽ നല്ല പെർഫെക്റ്റ് ആകാൻ പറ്റണം. ഏതെങ്കിലും ഒന്നും മതി, ഒരു ഓപ്ഷൻ സ്വീകരിക്കാം എന്ന് പറയുന്ന പോലെ. ഒന്നുകിൽ നിങ്ങൾ നല്ല വിദ്യാഭ്യാസത്തോടുകൂടി ജോലി ചെയ്ത് വരുമാനം കൊണ്ടുവരണം, എന്നിട്ട് ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊടുത്ത് ഒരു ജോലിക്കാരിയെ നിർത്തി വീട് വൃത്തിയാക്കാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. ഫുഡ് വരെ ഉണ്ടാക്കി തരുന്നവരുണ്ട്, അല്ലേ? അങ്ങനെ ചെയ്യാം. അവിടെ ഇവർ വീട്ടിലെ ജോലി ചെയ്യുന്നില്ലെങ്കിൽ പകരം പുറത്ത് പോയി ജോലി ചെയ്ത് കാശ് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ കാശ് കൊണ്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നു, ഓക്കെ, അതൊക്കെ അംഗീകരിക്കും. പക്ഷേ ജോലിയില്ല, വിദ്യാഭ്യാസം ഇല്ല, വീട്ടുകാര്യങ്ങളോ അതുമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും, കഴിക്കും എന്നല്ലാതെ ഒരു വീട്ടിലെ കാര്യങ്ങൾ അടിസ്ഥാനമായിട്ട് ഒരു സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ അറിയില്ല. വെറുതെ എന്തോ ഒരു
മോശമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നു. വീടൊക്കെ ഉണ്ട്, വീട് വൃത്തിയാക്കാൻ അറിയില്ല, തുണി നന്നായിട്ട് കഴുകാൻ അറിയില്ല, നന്നായി പാചകം ചെയ്യാൻ അറിയില്ല, ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യം നോക്കാൻ അറിയില്ല. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഫുള്ള് നെഗറ്റീവ് എന്ന് പറയും. പുറമേ നിന്ന് വരുന്നവർക്ക് ഒരു അവജ്ഞ തോന്നുന്ന ഒരു വീട് എന്നൊക്കെ തോന്നുമ്പോഴെന്താണ്, ഇത് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് അല്ലേ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്താണ് ആ ജീവിതം കൊണ്ട് പ്രശ്നം? എന്താണ് അതിനുള്ള ഒരു ഇത്? എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഭർത്താവ് കൊണ്ടുവരുന്ന പൈസ അതിന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം അല്ലേ. ചിലർ ഭർത്താക്കന്മാരോട് വീട്ടു ചിലവിന്, അപ്പോൾ വീട്ടു ചിലവിന് എങ്ങനെയൊക്കെ കാര്യങ്ങൾ പൈസ മുടക്കാം എന്ന് ചിന്തിച്ച് ആ തരുന്ന പൈസയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മിച്ചം പിടിക്കുക. അതാണ്, അങ്ങനെയുള്ള സ്ത്രീകളാണ് വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. അല്ലാതെ 100 രൂപ ഇങ്ങോട്ട് വന്നെങ്കിൽ 101 രൂപ ചിലവാക്കുന്നതിൽ ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. മനസ്സിലായി? ചിലർക്കൊന്നും വലിയ വിവരവും വിദ്യാഭ്യാസം ഒന്നും കാണത്തില്ല, പക്ഷെ വീട്ടുകാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. എല്ലാം വീടൊക്കെ നല്ല വൃത്തിയായിരിക്കും, കുട്ടികളെയും വൃത്തിയാക്കി കൊണ്ടു നടക്കും, നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കും. 100 രൂപ കൊടുത്താൽ എത്ര 90 രൂപ ചിലവാക്കും, 10 രൂപ മിച്ചം പിടിക്കും. ആ 10 രൂപ വെച്ച് വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ചിലരെന്താ എങ്ങും പോകുന്നില്ലെങ്കിൽ കുറച്ച് കോഴിയെ വളർത്തലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആടിനെ വളർത്തലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ നിന്നും ഒരു മിച്ചം ഉണ്ടാക്കും. അപ്പം പച്ചക്കറി കൃഷി ചെയ്താൽ എന്താ, പുറത്തുനിന്ന് വാങ്ങിക്കണ്ട, നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യത്തിന് എടുക്കാം ഇല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളാണ് എപ്പോഴും വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. ഭർത്താവിൻ്റെ വരവ് അറിഞ്ഞ് ചിലവാക്കുക. ചില സ്ത്രീകളുണ്ട് എന്ത് കിട്ടിയാലും ആദ്യം വീട്ടിലോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഭർത്താവ് 100 രൂപ തന്നു, ആ 10-60 രൂപ വീട്ടിൽ ചിലവാക്കി ബാക്കി കൊണ്ടുപോയി വീട്ടുകാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ച് കുറേ കൊണ്ടുപോയി വീട്ടിൽ കൊടുക്കാം. ഇങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട് സ്ത്രീകൾ. സ്വന്തം വീട്ടിൽ നിന്ന് കക്കുക എന്നുള്ള പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകളുടെ വിചാരം എന്തോ മനസ്സിലെന്താണെന്നറിയാം, എന്നെപ്പോലെ തന്നെ ആയിരിക്കും മറ്റുള്ളവരും എന്നാണ്. അത് ശരിയാവും? എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് മിക്ക വീടുകളിലും പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് ഭർത്താക്കന്മാരുമാണ്. എന്നിട്ട് അതിൻ്റെ പേരിലുള്ള തർക്കങ്ങളും ബഹളങ്ങളും ഒരു വഴിക്ക് അല്ലേ. വിവരവും വിദ്യാഭ്യാസവും എല്ലാം കൂടെ വീട്ടുകാര്യങ്ങളെല്ലാം കൂടെ ഒരാൾ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കാണ്. ഇങ്ങനെ ചെയ്യൂ, ജോലിക്ക് പോകും, സമ്പാദിക്കൂ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, ജോലിക്കാര്യം നിർത്തും. ചിലരുണ്ട് ഇതെല്ലാം ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്. ജോലിക്ക് പോകും, സമ്പാദിക്കും, വീട്ടുകാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് നോക്കും. അവർക്ക് ഇരിക്കാൻ സമയം കാണത്തില്ലെങ്കിലും അവരെല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്ഷനോട് ചെയ്യും. എല്ലാ ഭർത്താവിൻ്റെ കാര്യമായാലും വീട്ടുകാര്യം എല്ലാം, കുട്ടികളുടെ കാര്യങ്ങളെല്ലാം, കുട്ടികളെ ഇടയ്ക്ക് പഠിപ്പിക്കണം, അതെല്ലാം ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ചെയ്യാനാ എത്ര പേർക്ക് കഴിയും? എത്ര പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റും? ഇതിൽ കുറച്ചൊക്കെ ചെയ്യുന്ന പുരുഷന്മാരുണ്ട്, എന്തെങ്കിലുമൊക്കെ വീട്ടിലെ സഹായങ്ങളൊക്കെ ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. അങ്ങനെയുള്ളവരെയും ഞാൻ കേട്ടിട്ടുണ്ട്, അറിയാം. പക്ഷേ ഇതൊന്നുമല്ലാത്തൊരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ ഒരു മോശമായൊരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ശരിയല്ലേ?